വെൽക്കം ബാക്ക് ടു വിങ് ബാക്ക് സ്റ്റോറീസ്. കുറച്ച് കാലമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നല്ലൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്കറിയാം, ഇപ്പോൾ പ്രീമിയർ ലീഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ ടീമുകളും 7 വീതം കളികൾ ഇപ്പോൾ ഓൾറെഡി കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്കായിട്ട് ടീമുകളെല്ലാം ഒന്ന് റെസ്റ്റിംഗ് പീരീഡ്, അതായത് താരങ്ങളെല്ലാം ഇൻ്റർനാഷണൽ കളികൾക്ക് വേണ്ടി പോയിരിക്കുകയാണ്. സോ ഇന്നും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാച്ച് ഡേ ആണ്. ഇന്ന് പോർച്ചുഗലിൻ്റെ കളിയുണ്ട്, അയർലാൻഡായിട്ടാണ് അവർക്ക് കളിയുള്ളത്. അവരുടെ 3ാമത്തെ കളിയാണ് ഈ വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ടിൽ വരുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ചാണ്. ഇത് കൂടി ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു വേൾഡ് കപ്പിൽ കളിക്കാനായിട്ടുള്ള, അതായത് USA അടുത്ത വർഷത്തിൽ USA നടക്കാനായിട്ടുള്ള വേൾഡ് കപ്പിലേക്കുള്ളൊരു ചുവട് കൂടി അവർക്ക് അടുത്തേക്ക് വയ്ക്കാൻ പറ്റാവുന്ന തരത്തിലുള്ളൊരു മാച്ചാണ് ഇന്നത്തെ വരുന്നത്. ഹൈ എക്സ്പെക്റ്റേഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഈ മാച്ചിനെ കുറിച്ചുള്ളതെന്നാണ് ബ്രൂണോ ഫെർണാണ്ടസ് അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ എല്ലാം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും രാത്രി 12:15 മത്സരത്തിന് ശേഷം അറിയാം എന്തായിരിക്കും അതിൽ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. ഇനി പ്രീമിയർ ലീഗിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 7 കളികൾക്ക് ശേഷം ഇപ്പോൾ ടേബിളിൻ്റെ ടോപ്പിലുള്ളതെന്ന് പറയുന്നത് ആഴ്സണലാണ്. രണ്ടാമതിരിക്കുന്നത് ലിവർപൂളും. അതായത് കഴിഞ്ഞ കൊല്ലം ചാമ്പ്യന്മാരായിട്ടുള്ള ലിവർപൂളാണ് ഇപ്പോൾ രണ്ടാമതായിട്ട് ഇരിക്കുന്നത്. ആർനെ സ്ലോട്ടിൻ്റെ കീഴിൽ അവർ ആ ഒരു ട്രാൻസിഷൻ ഫേസിലൂടെ ഇപ്പോഴാണ് ശരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയതായിട്ടുള്ള താരങ്ങൾ വന്നിട്ടുണ്ട്, കുറേ താരങ്ങൾ പോയിട്ടുണ്ട്. നമുക്കറിയാം ഡിയോഗോ ജോട്ട എന്ന് പറയുന്ന അവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർവേഡിൻ്റെ മരണം കൂടി സംഭവിച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഫോഴ്സ്ഫുള്ളി ആണെങ്കിലും അല്ലെങ്കിൽ കൂടെയും അവരൊരു നല്ല അഡീഷൻസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുകയും നല്ലൊരു അഡീഷൻസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു പ്ലെയേഴ്സ് ഒന്ന് ജെല്ലായിട്ട് വരാനുള്ള ഒരു ടൈം ബ്രേക്ക് ഇപ്പോഴാണ് ശരിക്കും ആ ഒരു ടീമിൽ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. എന്നാൽ പോലും അവരവരുടെ കളികളെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കളിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരു സീസണിൽ നമ്മൾ കണ്ട പോലുള്ള ഒരു കംഫർട്ട് സോൺ എന്നുള്ള രീതിയിൽ നിന്ന് മാറി ഇപ്പോൾ കുറേ കൂടി എൻ്റർടൈനിങ് പർപ്പസ് എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അവരുടെ മാച്ചസ് കാര്യങ്ങളെല്ലാം. പ്രീമിയർ ലീഗിൻ്റെ തലപ്പത്ത് ഈ 2 സ്ഥാനങ്ങൾ കഴിഞ്ഞാൽ 3ാമതിരിക്കുന്നത് സ്പേഴ്സാണ്. തോമസ് ഫ്രാങ്ക് ബ്രെൻഫോർഡിൽ നിന്ന് വന്നിട്ടുള്ള തോമസ് ഫ്രാങ്കിൻ്റെ സ്പേഴ്സാണ് 3ാമതിരിക്കുന്നത്. 4ാമതിരിക്കുന്ന ടീം എന്ന് പറയുന്നത് 4, 5, 6 ആയിട്ടിരിക്കുന്നത് ബേൺമൗത്ത്, ക്രിസ്റ്റൽ പാലസ് അതുപോലെ തന്നെ ചെൽസിയാണ് വരുന്നത്. സോ ഇങ്ങനെയാണ് സ്ഥിതി വരുന്നത്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ടീം എന്ന് പറയുന്നത് യുണൈറ്റഡ് ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. യുണൈറ്റഡ് ടോപ്പ് ഹാഫിലാണ് കറണ്ട് സിറ്റുവേഷൻസിലിരിക്കുന്നത്. 7 കളികൾ കഴിയുമ്പോൾ 10 പോയിൻ്റാണ് അവർക്ക് നേടാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സരത്തിൽ ഈവൻ റൂബൻ അമോറിം എന്നുള്ള യുണൈറ്റഡിൻ്റെ കോച്ചിൻ്റെ പണി പോവും എന്ന തരത്തിൽ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാച്ച്. ആ മാച്ച് തോൽക്കുകയാണെങ്കിൽ എന്തായാലും അദ്ദേഹത്തിന് സാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനം ബോർഡിന് എടുക്കേണ്ടി വരുമായിരുന്നു. ഈവൻ അവർ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും എടുക്കേണ്ടി വരുമായിരുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. ആ ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ച് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ യുണൈറ്റഡ് ജയിച്ച് കയറിയൊക്കെയാണ്. സെൻട്രൽ അവർ തോൽപ്പിച്ചത്. അതായത് ന്യൂലി പ്രൊമോട്ടഡ് സൈഡായിട്ടുള്ള സണ്ടർലാൻഡിനെയാണ് അവർ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു മാച്ചിൽ. സോ ഇനി നെക്സ്റ്റ് ഗെയിം എന്ന് പറയുന്നത് യുണൈറ്റഡിന് ലിവർപൂളായിട്ടാണ് വരുന്നത്. അത് മാച്ച് വീക്ക് 8 സൺഡേ ആണ് ആ മത്സരം വരുന്നത്. സോ ആ മത്സരത്തിലേക്ക് വരുമ്പോൾ യുണൈറ്റഡിൻ്റെ കറണ്ട് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തോൽവി ജയം എന്നുള്ള ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റീസെൻ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഹോമിൽ 2 വിജയങ്ങൾ നേടിയിട്ടുണ്ട്. പക്ഷേ ഇനി അടുത്ത കളി വരുന്നത് ആൻഫീൽഡിലാണ്, എവേ ഗ്രൗണ്ടാണ്. അതുപോലെ തന്നെ ലിവർപൂളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരെ ലാസ്റ്റ് 3 മാച്ചസും അവർ തോറ്റിട്ടാണ് വരുന്നത്. ബട്ട് അതിൽ നമുക്കൊരു കാര്യം എടുത്തു പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 3 മാച്ചുകൾ നടന്നിട്ടുണ്ടായിരുന്ന എവേ ഗ്രൗണ്ട്സിലായിരുന്നു. അതിനുശേഷം അവർക്ക് കിട്ടുന്ന ഒരു ഹോം മാച്ചാണ് യുണൈറ്റഡ് ആയിട്ടുള്ള ആ ഒരു കളി വരുന്നത്. എന്തായാലും അവർക്ക് ആ ഒരു ആൻഫീൽഡിലെ ക്രൗഡ് ആ ഒരു എനർജിയും കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു സപ്പോർട്ട് അവിടെ കൊടുക്കുന്നുള്ള ഉറപ്പാണ്. യുണൈറ്റഡിൻ്റെ കാര്യം എന്താവും എന്നുള്ളത് മാച്ചിന് ശേഷം നമുക്ക് അറിയാനായിട്ട് പറ്റും. എന്നാൽ റീസെൻ്റ് ഫോം വെച്ച് നോക്കുമ്പോൾ ലിവർപൂൾ ഒരു ചെറിയ വൾണറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. യുണൈറ്റഡിന് പിന്നെ ഒരു ഫോം എന്നുള്ളൊരു സംഭവം എന്താ പറയുക, ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ എപ്പോൾ തോക്കും എപ്പോൾ ജയിക്കും എന്ന് പോലും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. ആ ഒരു സിസ്റ്റം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാത്ത രീതിയിലാണ് പ്ലെയേഴ്സ് എല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താവും എന്നുള്ളത് മാച്ച് കഴിഞ്ഞിട്ട് നമുക്കറിയാം. സോ ഇനി മറ്റ് ടീമുകളുടെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആഴ്സണൽ ഇപ്പോൾ ടേബിൾ ടോപ്പേഴ്സ് ആയിട്ടിരിക്കുന്ന ആഴ്സണലിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കൽ ആർട്ടറ്റയ്ക്ക് ഈ പ്രാവശ്യം എന്തായാലും കപ്പ് നേടിക്കൊടുക്കാനുള്ള ഒരു ടീം അവർക്ക് എന്തായാലും ഉണ്ട്. ഈവൻ ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിലും പ്രീമിയർ ലീഗ് ആണെങ്കിലും മറ്റ് ഡൊമസ്റ്റിക് കോമ്പറ്റീഷൻസ് ആയിട്ടുള്ള കരബാവ് കപ്പ്, FA കപ്പ് ഒക്കെ നേടിക്കൊടുക്കാനുള്ള ഒരു ടീം അവർക്കുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവർ നല്ല രീതിയിലുള്ള അഡീഷൻസ് കൊണ്ടുവന്നു. ഈവൻ മിഡ്ഫീൽഡിലായാണെങ്കിലും അതുപോലെ തന്നെ ഫോർവേഡ്സിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള അഡീഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ഡെലിവറും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. സോ ഇതൊരു മസ്റ്റ്
വിൻ കപ്പ് അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ പോലെയാണ് ആഴ്സണലായിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ലിവർപൂളിനും നല്ല രീതിയിലുള്ള ഒരു ചാൻസ് ഉണ്ട്. അവർ നല്ല രീതിയിൽ അഡീഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു പ്രോപ്പറായിട്ടുള്ള ടീം വർക്ക് കാര്യങ്ങളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും ലിവർപൂളും പെർഫോം ചെയ്യുക എന്നുള്ളത് വ്യക്തമാണ്. അത് നമുക്കറിയുന്ന കാര്യമാണ്. തോമസ് ഫ്രാങ്കിൻ്റെ ടീം എന്ന് പറയുന്നത്, അതായത് സ്പേഴ്സ് വളരെ നല്ല രീതിയിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു മാനേജറുടെ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ കളിക്കാർ ഔട്ട്പുട്ട് കൊടുക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. സോ അവരുടെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നുള്ളതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ടൈറ്റിൽ കണ്ടൻഡർ എന്നുള്ള രീതിയിൽ നമുക്ക് ഒന്ന് പെടുത്താൻ പറ്റുന്ന ഒരു ടീമും കൂടിയാണ് ചെൽസി എന്ന് പറയുന്നത്. ചെൽസി നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും അവരുടെ പ്ലെയേഴ്സ് ചിലരൊക്കെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് അവർക്ക് കുറച്ച് പരാജയങ്ങളും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഡിസിപ്ലിൻ നല്ല രീതിയിൽ ടീമിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷെ എന്നാൽ കൂടെ അവർക്ക് നല്ല അഡീഷൻസ് കാര്യങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ടീമും നല്ല കളി കാണുമ്പോൾ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് അവർ നല്ല കോൺഫിഡൻസിൽ കളിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. സോ എന്താവും എന്നുള്ളതെല്ലാം നമുക്ക് സീസൺ അവസാനമാകുമ്പോഴേക്കും അറിയാനായിട്ട് പറ്റും. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നെക്സ്റ്റ് ഗെയിം വീക്ക് തൊട്ട് കൂടുതൽ വീഡിയോസ് കാര്യങ്ങളും മാച്ച് റിവ്യൂസ് എല്ലാം ഇടാനായിട്ട് പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.